ഷാജഹാൻ, ഇവിടെ ഇപ്പോൾ ഈ സർക്കാർ തന്നെ ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ടുണ്ടല്ലോ, സെൻഷർ ചെയ്തിട്ടാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യതയെ ബാധിക്കുന്നു. ഈ സിനിമാ ലോകത്തുള്ളവർക്ക് മാത്രമാണോ സ്വകാര്യത? എനിക്ക് യഥാർത്ഥത്തിൽ ഈ നിർമ്മാതാവ് അവിടെ ഇരിക്കുമായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ അല്ല, അദ്ദേഹം പറഞ്ഞിട്ടങ്ങ് പോവുകയല്ല ചെയ്യേണ്ടത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് എന്താ? അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉടനെ തന്നെ സ്ത്രീകളെ അങ്ങ് വിമർശിച്ചു തുടങ്ങുകയാണ്. ഇത് ഏത് ലോകത്താണ് ഈ നിർമ്മാതാവ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ നിർമ്മാതാവിന് നാളെ സമയം കിട്ടുകയാണെങ്കിൽ ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എടുത്തൊന്ന് വായിച്ചു നോക്കണം. ഈ നിർമ്മാതാവ് ഇവിടെ വന്നിട്ട് പറയുന്നത് എന്താ? വലിയ വായിൽ പറയുന്നത് എന്താ? സ്ത്രീകളെ വിമർശിച്ച് സ്ത്രീകൾക്ക് എതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ സ്ത്രീകൾ അങ്ങ് എതിർക്കണമെന്ന്. എതിർത്ത സ്ത്രീകൾക്ക് പിന്നെ മലയാള സിനിമയിൽ റോളുണ്ടോ? നിർമ്മാതാവ് ഇപ്പോൾ ഇവിടുന്ന് വേറൊരു ചാനലിലേക്ക് പോയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ നിർമ്മാതാവ് ഉണ്ടായിരുന്നെങ്കിലാണ് എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്? അതിഭീകരമായിട്ടുള്ള സംഭവങ്ങളല്ലേ? എന്ത് നിയമങ്ങളാണ് ഈ സിനിമാ മേഖലയിലുള്ളത്? സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് സിനിമാ മേഖലയിലുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രൂപീകരിക്കാനുള്ള കാരണം എന്താ? ഒരു നടിയെ ആക്രമിച്ച കേസല്ലേ? അവരെ ഒരു വണ്ടിയിലിട്ട് പരസ്യമായി ബലാത്സംഗം ചെയ്ത കേസല്ലേ? ആ കേസ് 2017 വന്നിട്ട് 2024 ആ കേസിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? സ്ത്രീകൾ അതിഭീകരമായി സിനിമാ മേഖലയിൽ ചൂഷണം ചെയ്യല്ലേ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കേട്ടൊരു ഇന്റർവ്യൂ എന്താണെന്നറിയാമോ? ഞാൻ അനിലിന്റെ ശ്രദ്ധയിലൊന്ന് പെടുത്താം. 7 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീമാൻ മോഹൻലാലിനോട് ശ്രീമാൻ ജോൺ മുണ്ടക്കയം നേരെ ചൊവ്വേ എന്ന് പറഞ്ഞിട്ടൊരു ഇന്റർവ്യൂവിൽ ഒരു ഘട്ടത്തിൽ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് 3000 സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ആ 3000 സ്ത്രീകളുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു ഫംഗ്ഷൻ നടത്തിയെന്നും ഒരു വാർത്ത കേൾക്കുന്നുണ്ടല്ലോ, ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ സൂപ്പർ സ്റ്റാർ ഞെളിഞ്ഞിരുന്ന് കയ്യും തിരുമിയിട്ട് പറയുകയാണ് അത് 3000 അല്ല 3000 കൂടുതലുണ്ടെന്ന്. അത് ശരിക്കും ചിലപ്പോൾ തമാശയായിട്ടായിരിക്കാം പറഞ്ഞത്, പക്ഷേ എത്ര ക്രൂരമായിട്ടുള്ളൊരു സംസാരമാണ് ആ സൂപ്പർ സ്റ്റാർ അവിടെ നടത്തിയത്. 3000 സ്ത്രീകളുമായി ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എന്താണ് ഇത് ശരിയാണോ ഇങ്ങനെയാണോ പറയേണ്ടതെന്ന് ചോദിക്കുന്നതിന് പകരം അതിൽ കയ്യൊക്കെ തിരുമിയിട്ട് അയാൾ പറയാ 3000 അല്ലെന്ന്. ഇതെന്താ പറഞ്ഞെന്നറിയാവോ? 7 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും ഭീകരമായി സ്ത്രീകൾ ദൈനംദിനം പീഡിപ്പിക്കപ്പെടുന്ന സംഭവം ഒരു ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി പുറത്തു കൊണ്ടുവന്നപ്പോൾ ഒരു നിർമ്മാതാവ് ഞെളിഞ്ഞിരുന്നുകൊണ്ട് സ്ത്രീകളെ കുറ്റപ്പെടുത്തുകയാണ്. എഡ്വേർഡ് സെയ്ദ് എഴുതിയ പുസ്തകമുണ്ട് പാലസ്തീനെ കുറിച്ച്, ബ്ലേമിംഗ് ദ വിക്ടിംസ് എന്ന് പറഞ്ഞിട്ട്. അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. മനസ്സിലായില്ലേ? ഇതൊക്കെ പുറത്ത് ഇനിയും വരും. ഇതിനകത്ത് നമ്മൾ വായിച്ചു നോക്കണം. ഈ റിപ്പോർട്ടൊന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിനകത്ത് ഡാർക്ക് അണ്ടർബെല്ലി പുറത്തു വരികയാണ് ഈ മലയാള സിനിമാ രംഗത്തിന്റെ. സൂപ്പർ സ്റ്റാറുകളുടെ ഉൾപ്പെടെ കള്ളി വെളിച്ചത്താകാൻ പോവുകയാണ്. സ്ത്രീകൾ അതിഭീകരമായി പീഡിപ്പിക്കപ്പെടുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഓരോന്നായി ഇതിനകത്തൂടെ പുറത്തു വരാൻ പോവുകയാണ്. അതുകൊണ്ട് സ്ത്രീ സിനിമാ നടികൾക്ക് ഇനിയെങ്കിലും അവർക്കൊരു നട്ടലുണ്ടാവണം. അവർ ഇതിന്റെ കൂട്ടത്തിൽ കൂടി നിൽക്കരുത്. അല്ല ഷാജഹാൻ, അവർ പോലും പേര് പറയുന്നില്ലല്ലോ. ഇപ്പൊ വിനു കിരിയത്ത് ഉന്നയിച്ചതും അതാണ്. എന്തുകൊണ്ട് അവർ പേര് പറയുന്നില്ല? WCCയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന അവരാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വെക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് അവരാണ്, അവരുടെ ഇടപെടലാണ്. പക്ഷെ എന്തുകൊണ്ട് അവർ പോലും പറയുന്നില്ല, തുറന്ന് പറയുന്നില്ല? സ്ത്രീകൾക്ക് വേണ്ടി ശക്തമായി വാദിക്കേണ്ട സ്ത്രീകളല്ലേ? ഇതൊന്നും അവര് പറയേണ്ട കാര്യമില്ല. അവര് കൊടുത്ത മൊഴികൾ, അവരെ ഓരോരുത്തരും പറഞ്ഞ മുറികൾ ഈ റിപ്പോർട്ടിനകത്ത് സംശയലേശമന്യെ കൊടുത്തിട്ടുണ്ട്. ആ മൊഴി വെച്ചിട്ടുള്ള നടപടിയെടുക്കണം സർക്കാർ. അതാണ് ചെയ്യേണ്ടത്. അതുപോലെ സർക്കാർ എന്ത് ചെയ്തു? സർക്കാർ 5 വർഷം അടയിരുന്നു. മനസ്സിലായില്ലേ? സ്ത്രീകൾ തന്നെ വന്നിട്ട് ഇപ്പൊ രഞ്ജിനി എന്നും പറഞ്ഞൊരു സ്ത്രീ വന്നു. ആ സ്ത്രീ ഏത് മാളത്തിലായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം? ആ സ്ത്രീ വന്നിട്ട് പറയാണ്, ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്, എന്റെ മൊഴി എനിക്ക് കേൾക്കണമെന്ന്. ആ സ്ത്രീക്ക് നിയമത്തിന്റെ ABCD അവർക്ക് അറിയില്ല. അവർ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊഴി വായിച്ചു കേൾക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അത് അവർ 5 വർഷം ചെയ്തില്ല. അവർ 5 വർഷം ഏതോ മാളത്തിലായിരുന്നു. എന്നിട്ട് ആ സ്ത്രീ ഇപ്പോൾ വന്നിരിക്കുന്നു. ഇത് പുറത്തു വരുമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ വന്നിരിക്കുന്നു. ആരാണ് ആ സ്ത്രീക്ക് വേണ്ടി വാദിക്കുന്ന വക്കീല്? ഇന്ത്യയിലെ 2ാം സ്ഥാനക്കാരൻ മുകുൾ റോത്തഗി. എവിടെ നിന്നാണ് ആ സ്ത്രീക്ക് പൈസ? മുകുൾ റോത്തഗി കൊടുക്കാനുള്ളതിന്റെ 1,00,000 പൈസ ഉള്ള സ്ത്രീയല്ല ആ സ്ത്രീ. ആ സ്ത്രീയുടെ പുറകിൽ എങ്ങനെയാണ് മുകുൾ റോത്തഗി വരുന്നത്? ഇത് സർക്കാർ പ്രസിദ്ധീകരിക്കാതിരുന്നപ്പോഴത്തേക്ക് ഇവിടെ ആർക്കും യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ.
സർക്കാർ പ്രസിദ്ധീകരിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഏതോ താടിയും മൂടിയും വളർത്തിയ ഒരുത്തൻ പിന്നെ കേസുമായിട്ട് അവിടെ ചെന്നു, കോടതി എടുത്ത് ചവിട്ടോട്ടെ കളഞ്ഞു. പ്രൊഡ്യൂസർ പോലും അല്ല. ഇവർക്ക് AMMA എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടല്ലോ, AMMA, വലിയ സൂപ്പർ സ്റ്റാറുകളും ഒക്കെ ആണല്ലോ അതിന്റെ ആളുകള്. അവരോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് എന്താ പറഞ്ഞു? ഞങ്ങൾക്ക് അഭിപ്രായം, ഇവനൊക്കെ നാണം കെട്ടവന്മാരല്ലേ ഉമ്മാന്, ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ലെന്ന്. അവിടെ ഇരിപ്പുണ്ട് കുറെ സ്ത്രീകൾ, അവർക്കൊരു സംഘടനയുണ്ട്, ആ സംഘടനയുമായി ബന്ധപ്പെട്ട് പറയുകയാണ് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് അനിലെ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ കാര്യം, ഇത് ഒരു നിയമവും ഒരു ധാർമ്മികതയും ഇല്ലാത്ത തീർത്തും അധാർമികമായിട്ടുള്ള ഒരു 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 ജംഗിളാണ് ഈ സിനിമാ ഫീൽഡ്, ഒരു ജംഗിൾ. അവിടെ ഇയാൾ വന്നിട്ട് ചോദിക്കുകയാണ്, സ്ത്രീകൾ എതിർക്കണ്ട, സ്ത്രീകൾ എതിർത്താൽ അവർ വീട്ടിൽ പോയിരിക്കും, സ്ത്രീകൾ എതിർത്താൽ അവർക്ക് വരുമാനം ഉണ്ടാവില്ല, അതല്ലേ ഇവിടുത്തെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഒരു നിയമവും 950 മുതൽ ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടെ. ഷാജഹാൻ പരോക്ഷമായി പറഞ്ഞു വെച്ചത്, അതായത് ഈ വഴങ്ങിക്കൊടുക്കുന്നവർ അഭിനയിച്ചാൽ മതി, ഇല്ലാത്തവര് വീട്ടിലിരിക്കട്ടെ, അത്രേ ഉള്ളൂ. അതല്ലല്ലോ വേണ്ടത്, അതല്ലല്ലോ വേണ്ടത്. അതെ, ഇയാൾ ഇവിടെ പറഞ്ഞെന്താണ്, ഈ നിർമ്മാതാവ് വന്നിട്ട് പറഞ്ഞെന്താണ്? എല്ലാവരും സംശയത്തില്ല, ഒന്നുമല്ല. ആ റിപ്പോർട്ട് ഈ നിർമ്മാതാവ് ഒന്ന് വായിച്ചു നോക്കണം. ആ റിപ്പോർട്ടിൽ ഒരു സിനിമാറ്റോഗ്രാഫറുടെയും പിന്നെ വേറൊരു സംവിധായകന്റെയും കാര്യം എടുത്തു പറയുന്നുണ്ട്. ആ സിനിമാറ്റോഗ്രാഫറും ആ സംവിധായകനും ഈ പറഞ്ഞതുപോലെ കൃത്യമായി സെറ്റുകളിൽ എങ്ങനെ പെരുമാറണം, ഇന്റിമേറ്റ് ആയിട്ട് സീൻസ് വരുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ കൃത്യമായി പറഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് ഇൻസ്റ്റിൽ ചെയ്ത് തന്നിട്ടുണ്ട് എന്ന് നടിമാര് തന്നെ വന്ന് പറഞ്ഞത് അവരെടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാ നടന്മാരെ കുറിച്ചും എല്ലാ പ്രൊഡ്യൂസർമാരെ കുറിച്ചും എല്ലാ സംവിധായകരെ കുറിച്ചിട്ടും അല്ല ഞങ്ങളിത് പറയുന്നത്. പക്ഷെ കുറെ ആളുകൾ ഇതിനകത്തുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടനുണ്ട്. ആ മോഹൻലാൽ എന്ന നടന്റെ ഉദാഹരണമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഈ മോഹൻലാലിന്റെ മോഹൻലാലിന്റെ കമ്പനിയുടെ ഉടമ ആരാ? മോഹൻലാലിന്റെ ആശീർവാദം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉടമയാണ്. ആരാണ്? അവന്റെ പേരെന്താണ്? ആന്റണി പെരുമ്പാവൂർ. ആരാണ് ആന്റണി പെരുമ്പാവൂർ? ആന്റണി പെരുമ്പാവൂർ വാസ് ദി ഡ്രൈവർ ഓഫ് മോഹൻലാൽ. മോഹൻലാലിന്റെ കാറിന്റെ ഡ്രൈവർ ആയിരുന്നു അയാൾ. അയാൾ അങ്ങനെ ശതകോടീശ്വരനായി. അയാളല്ലേ മോഹൻലാലിന്റെ എല്ലാ പടങ്ങളും ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഒന്ന്. രണ്ട്, മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയുടെ സിനിമകളിലെ മോഹൻലാൽ അഭിനയിക്കുള്ളൂ, അതല്ലാതെ 1-2 സിനിമകൾ മാത്രമേ പുറത്ത് അഭിനയിക്കുള്ളൂ. അയാളുടെ 98% സിനിമയും അയാളുടെ സ്വന്തം സിനിമയിൽ അയാൾ അഭിനയിക്കുള്ളൂ. 2. 3, അയാൾക്ക് പ്രീ പ്രോസസ്സിങ്ങിന്റെ പോസ്റ്റ് പ്രോസസ്സിങ്ങിന്റെ കമ്പനിയുണ്ട്, അവിടെ പ്രോസസ് ചെയ്യാൻ പാടുള്ളൂ. 4, അയാൾക്ക് നിർമ്മാണ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളുണ്ട്, അതിലെ അയാളുടെ സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. 5, അയാൾക്ക് തിയേറ്ററുകളുണ്ട്, അവിടെയും പ്രവർത്തിക്കണം. ഇതൊക്കെ ഇന്ത്യൻ കോമ്പറ്റീഷൻ ആക്ടിന്റെ നഗ്നമായ ലംഘനമല്ലേ അനിലെ? ആരെങ്കിലും ഇവിടെ ചോദിക്കുന്നുണ്ടോ? മമ്മൂട്ടിക്കുമില്ലേ മമ്മൂട്ടി കമ്പനി? മമ്മൂട്ടി കമ്പനിയുടെ കമ്പനിയിലല്ലേ മമ്മൂട്ടി അഭിനയിക്കുന്നത്? അങ്ങനെ പാടുണ്ടോ? മമ്മൂട്ടി മോഹൻലാൽ ഓരോ പ്രോഡക്ട്സ് അല്ലേ, അവരാരുടെ ഏത് പ്രൊഡ്യൂസ് ചെയ്യുന്നു കഴിഞ്ഞാലും അഭിനയിക്കണ്ടേ? അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വനിത ഇവിടെ ഫണ്ടിന്റെ കാര്യം പറഞ്ഞു. ഞാനൊരു കാര്യം അനിലോട് പറയട്ടെ, ഒരു വർഷം 200-250 സിനിമകൾ ഇറങ്ങുന്ന കണക്ക്. അതിലൊരു 100 സിനിമയിൽ അപ്പുറത്തുള്ള സിനിമകളുടെ ഒന്നും പേരും കേട്ടിട്ടില്ല, നാളും നമ്മളൊന്നും കേട്ടിട്ടില്ല. സത്യം. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? മണി ലോണ്ടറിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. 50 കോടി രൂപ മുടക്കി സിനിമ ഉണ്ടാക്കി എഴുതിയിട്ടിട്ട് അത് വൈറ്റാക്കും. മനസ്സിലായോ? അപ്പൊ ഇത്രയും കൂടുതൽ അധാർമികമായിട്ടുള്ള, ഇത്രയും കൂടുതൽ നിയമവും ഭരണഘടനയും സിവിൽ നിയമങ്ങളും ഒന്നുമില്ലാത്ത ഒരു കാടായിരുന്നു സിനിമാ രംഗം. ഒരു കാട്. സ്ത്രീകളെ പച്ചയ്ക്ക് ചൂഷണം ചെയ്യുന്ന, പച്ചയ്ക്ക് സ്ത്രീകളെ ചൂഷണം ചെയ്യും. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് കേട്ടെന്താണെന്നറിയാം അനിലിന്? എക്സ്ട്രാ നടിമാര് വന്ന് കിടക്കും. എക്സ്ട്രാ നടിമാര് കിടക്കുമ്പോൾ കൂടെ അമ്മയും കിടക്കും. കട്ടിലെ രാത്രി ഉറങ്ങും. ആ അമ്മ ഉറങ്ങുമ്പോൾ ആ കട്ടിലയിൽ കിടക്കുന്ന എക്സ്ട്രാ നടിമാരെ വന്ന് പീഡിപ്പിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട് സിനിമയിൽ, അറിയാവോ? ആ തൊട്ടപ്പുറത്ത് അമ്മ കിടക്കുമ്പോൾ മകളെ അപ്പുറത്ത് കിടന്ന് പീഡിപ്പിക്കുന്നവന്മാർ. ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ വഴി സൈഡിലുള്ള മുഴുവൻ എക്സ്ട്രാ നടിമാരുടെയും വീട്ടിൽ കയറി ഇവിടെ എത്തുന്ന ഒരു സൂപ്പർ സ്റ്റാർ നമുക്കുണ്ട്, അറിയാവോ നമുക്ക്? അപ്പൊ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സിനിമയിൽ 25, 30 അല്ല 100 സ്ത്രീകള് നൃത്തം ചവിട്ടുന്നുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഉപയോഗിക്കുന്ന സൂപ്പർ സ്റ്റാറും നടന്മാരും. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എങ്കിലും പുറത്തു വന്നെങ്കിൽ അത് വളരെ ശരിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒറ്റ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇതിന്മേലെ അടയിരുന്ന ഒരു സർക്കാർ, ആ സർക്കാരിനെ ശരിക്കും പിരിച്ചുവിടണമെന്നാണ് ഞാൻ പറയുന്നത്.
കോഗ്നിസബിൾ ഒഫൻസ് അല്ലേ, ക്രിമിനൽ ഒഫൻസ് അല്ലേ ഇതിനകത്തുള്ളത് മുഴുവൻ? ക്രിമിനൽ ഒഫൻസ് അല്ലേ? സ്ത്രീ സുരക്ഷയാണ് ഏറ്റവും മുൻഗണന കൊടുക്കുന്നതെന്ന് ആവർത്തിച്ച് പറയുന്ന പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് കഴിഞ്ഞ 5 വർഷം ഈ റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ. സ്ത്രീ സുരക്ഷ എന്ന് മാത്രമല്ല, 2016 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജിഷ വധക്കേസ് ഉണ്ടായപ്പോൾ സ്ത്രീ സുരക്ഷ എന്നല്ല, വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ പറഞ്ഞത്. ഞങ്ങൾ കണ്ണു തുറന്നിരിക്കുന്നു 24 മണിക്കൂർ എന്ന് പറഞ്ഞൊരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. ആ സർക്കാരിന്റെ കയ്യിൽ ക്രിമിനൽ ഒഫൻസ് ആവാൻ കഴിയുന്ന എത്രയോ മൊഴികൾ ഈ റിപ്പോർട്ടിന്റെ അനക്ഷേഴ്സ് ആയിട്ടുണ്ട്. ഏത് മാളത്തിലായിരുന്നു സർക്കാർ? ചെയ്യില്ല. കാരണം എന്താണ്? ഒരു സൂപ്പർ സ്റ്റാർ കൈരളി ചാനലിന്റെ ചെയർമാനാണ്. അതുകൊണ്ട് CPM അയാൾക്കെതിരെ ഒന്നും ചെയ്യില്ല. വേറൊരു സൂപ്പർ സ്റ്റാറിന് കേന്ദ്ര ഗവൺമെന്റ് വലിയ സ്വാധീനമുണ്ട്, അതുകൊണ്ട് ആ സൂപ്പർ സ്റ്റാറിനെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ഇവർക്കൊക്കെ ഞാൻ പറയട്ടെ, ഇപ്പം മമ്മൂട്ടിക്ക് ഇതുപോലെ CPM-ആയിട്ട് ബന്ധം, അയാളുടെ ഒരു ബിനാമി എന്ന് ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആൻഡോ ജോസഫ് എന്ന് പറഞ്ഞൊരുത്തനുണ്ട്. അവൻ കോൺഗ്രസിന്റെ സാംസ്കാരിക സമിതിയുടെ തലവനാ, കോൺഗ്രസിന്റെ, മനസ്സിലായോ? അപ്പൊ അവിടെയും പ്രശ്നമില്ല. അപ്പുറത്ത് മോഹൻലാലിന് അറിയാമല്ലോ, മോഹൻലാലിനും കേന്ദ്ര പാർട്ടിയായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് എന്ത് വൃത്തികേടും കാണിക്കാം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സിനിമ ഇറങ്ങുന്നു, സിനിമ ഇറങ്ങിയ ഉടനെ തന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും 100 കോടി ക്ലബ്ബ്. എന്തു ക്ലബ്ബ് ഇത്? ഏത് ക്ലബ്ബ് ഇത്? നമ്മളൊന്നും കേട്ടിട്ടില്ല ക്ലബ്ബ് എന്താണെന്ന്. എത്ര പൈസ കളക്ട് ചെയ്തു, എത്ര പേര് കണ്ടു? എന്തിനെങ്കിലും ഒരു നിയമമോ വെളിവോ വെള്ളിയാഴ്ച ഉണ്ടോ? അപ്പം ഏറ്റവും ഭീകരമായിട്ടുള്ള, ഏറ്റവും നിയമവിരുദ്ധമായിട്ടുള്ള, ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, ഏറ്റവും അധാർമികമായിട്ടുള്ള ഒരു മേഖലയാണ് സിനിമാ മേഖല. ആ സിനിമാ മേഖലയിൽ 1% മാറ്റം വരുത്താൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ മാറ്റമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്ന വനിതകളുണ്ടല്ലോ, ഇനി ഈ പറഞ്ഞ പോലെ ഈ ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ബി കൗണ്ടഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവർ എഴുന്നേറ്റ് നെഞ്ചി വിരിച്ച് നിൽക്കണം. ഞങ്ങൾക്കും ജീവിക്കണം, ഞങ്ങൾക്ക് അഭിനയിക്കണം, ഞങ്ങളെ ചൂഷണം ചെയ്യാൻ ഞങ്ങൾ ഇനി അനുവദിക്കില്ല എന്ന് പറയാനുള്ള ആർജവം ഒരല്പമെങ്കിലും ഈ റിപ്പോർട്ട് കൊണ്ടുണ്ടായെങ്കിൽ ഞാൻ ചാരിതാർത്ഥ്യമുള്ള ഒരു പൊതുപ്രവർത്തകനാണ് എന്ന് ഞാൻ പറയും.